നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മുടെ പഴയ വീഡിയോയിൽ ഇവ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വിഷുവിന്റെ വ്ലോഗിനകത്ത് ഉണ്ടായിരുന്നു. നമ്മുടെ മാമന്റെ അത് കാണാൻ പറഞ്ഞാൽ ഇത് എന്റെ മാമന്റെ മോനാണ് മണിയണ്ണൻ. വീട്ടിൽ നിന്ന് മണിയണ്ണൻ ഞങ്ങളുടെ ശ്രീറാം. ഞങ്ങളുടെ വ്ലോഗിൽ വരുന്നില്ല കേട്ടോ. വല്ലപ്പോഴും അങ്ങനെ വന്നാലും ചിലപ്പോഴേ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവനെ അങ്ങനെ വരാൻ കാണാം. അപ്പൊ നമുക്ക് എന്തായാലും ചലഞ്ചിലേക്ക് പോകാം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ചലഞ്ച് ഇതെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കുറച്ച് പ്രോഡക്ട്സ്, അത് മെയിൻസിന്റെ ചിലപ്പോൾ ലേഡീസിന്റെ ആയിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ ഫോട്ടോസ് ആയിരിക്കും. ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഫോട്ടോസ് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇവന്മാരോട് ചോദിക്കും. നിങ്ങൾക്ക് ഞാൻ ഈ ഫോട്ടോ കാണിച്ചു തരുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് മനസ്സിലായ ഉടനെ ചാടിക്കാൻ ഉത്തരം പറഞ്ഞാൽ അവർക്ക് മൈനസ് പോയിന്റ് ആവേ. അതുകൊണ്ട് അറിയാമെങ്കിൽ നിങ്ങൾ അപ്പോഴേ കൈ പൊക്കിയിട്ട് ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നു. ഉത്തരം കൈ പൊക്കിയിട്ട് തെറ്റുത്തരം പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മൈനസ് മാർക്ക് വീഴും. നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഉത്തരം പറയുന്നത് ശരിയാണെങ്കിൽ ആ ഒറ്റ ഇതിന് നിങ്ങൾക്ക് 5 മാർക്കായിരിക്കും. ഒരു ഫോട്ടോയിൽ 5 മാർക്ക്. മൈനസ് ആണെങ്കിൽ -1 ആയിരിക്കും. ഇത് നിങ്ങൾ രണ്ടുപേരും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആ ഒരു പോയിന്റ്, ആ ഒരു 5 പോയിന്റ് എനിക്ക് കിട്ടും. ഫസ്റ്റ് ഫോട്ടോ നേരെ മുന്നോട്ട് രണ്ടുകൂടെ മുന്നോട്ടിരുന്നത് ഞാൻ ഫുഡിന്റെ ആണ് കാണിക്കുന്നേ. ഇതാണ് ഫോട്ടോ. അപ്പൊ ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അറിയാവുന്നൊരു കൈ മുക്കുക പറ്റത്തില്ല. ഏകദേശം ഒക്കെ അതിന് 2 വാക്ക് പോലെയാണ് എന്റെ പേര്. അതായത് ചെറിയൊരു പേരെല്ലാം പറഞ്ഞാൽ മതി. ഞാൻ ആദ്യം പേര് എഴുതിയത് നിങ്ങളുടെ. ശരി, മണിയൊന്നും പറ. എന്താ സ്ട്രോങ് റോളോ? നീ പറ. റോൾ അല്ല, രണ്ടുപേർക്കും തെറ്റി. സ്പ്രിംഗ് റോൾസ്. എനിക്കൊരു 5 പോയി കഴിച്ചേ. ഫസ്റ്റ് തന്നെ എനിക്ക് പോയിട്ട് എന്ത് നല്ല രസമല്ലേ. അറിയാവുന്ന കൈ പൊക്കെ ചെയ്യാവൂ. ശരി, ആദ്യം കൈ പൊക്കിയേ. എന്നാ പറ. ബർഗർ പ്രോഡക്റ്റ് ആണേ, ഫുഡ് ഒന്നും അല്ലേ. ഒരു പ്രോഡക്റ്റാ, ഫുഡ് ഒന്നും അല്ല. ഇതാ പ്രോഡക്റ്റ്. മതി, എന്ത് സാധനം പറഞ്ഞാൽ മതി. പറ. പറ. എന്റെ പേര് പറ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് അറിയാതെ കൈ വെക്കാ അല്ലേ. ആദ്യം കൈ വെക്കിയത് മണിയണ്ണനെ. ആളുടെ ഉത്തരം പറയണം. തെറ്റുത്തരം. ലിക്വിഡ് ലിപ്സ്റ്റിക്. എനിക്കൂടെ തെറ്റിപ്പോയി. അപ്പൊ നമുക്ക് അടുത്ത പ്രോഡക്റ്റിലോട്ട് പോവാം. ഇത്രേ ഉള്ളൂ, സൂം ആവൂല. അറിയാം, പറഞ്ഞു. പറ. കൈ മുക്കി പറയട്ടെ. ആ ഉത്തരം പറ. കൈ മുക്കി ഉത്തരം വേണം. അപ്പൊ അവന് മാർക്ക് കൊടുക്കുവാണേ. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് പറ. പേര് പറ. നീ പറ. ഉത്തരം ശരിയൊന്നും നീ പറഞ്ഞോ. അപ്പൊ അവനെ 5 മാർക്ക്. ഐഷാഡോ അതല്ല, ഐഷാഡോ ഞാൻ എടുത്തിട്ടില്ല. ലിപ് ലൈനറോ? അതല്ല, ലിപ് ലൈനർ. നീ ഉദ്ദേശിക്കുന്നത് നീ പറഞ്ഞോ. നീ പറയടാ. ചിലപ്പോ അവൻ പറഞ്ഞ തെറ്റാണല്ലോ. എന്തോ സ്കെച്ച്. തെറ്റായിരുന്നു. ഐലൈനർ ഇല്ലേ, ഐലൈനറിന്റെ തന്നെ അതിന്റെ തന്നെ പെൻസിലുണ്ട്. അതായിരുന്നു പ്രോഡക്റ്റ്. കൈ തന്നുകഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കും. കൈ നോക്കി കഴിഞ്ഞാൽ ഉത്തരം പറയാ. അതേ പറയാം, പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റില്ലേ. കൈ നോക്കി ആദ്യം ഓരോ പറയാം. -5. സോറി, -1. കണ്ണിന്റെ ഇവിടെ വെക്കും. എന്നിട്ട് ഈ കണ്ണിന്റെ ഈ സാധനം വെട്ടാനുള്ളോ? ഇതിന്റെ നീളം കുറയ്ക്കാം. ഇതിന്റെ നീളം കുറക്കാം. അതിന് -1 ഇട്ടല്ലേ. അമ്പാടിക്ക് പിന്നെ -1. തെറ്റുത്തരം. ഇതെന്താന്ന് വെച്ചാൽ
ഐലാഷ് ഇവിടെ ഒട്ടിച്ചു വെക്കുന്ന സാധനം. പിന്നെ ഇതിനകത്ത് ആ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത് പ്രോഡക്റ്റ് ആണ്. ഈ സാധനത്ത് തേക്കണം. ഉത്തരം പറഞ്ഞു ഗൈസ്. ഞാനല്ലോ അല്ല രണ്ടൊരു കൈ മുക്കിയില്ലല്ലോ ഫസ്റ്റ്. ആദ്യം പറഞ്ഞേ. അപ്പൊ അവനഞ്ച് പോയി. കൈ പൊക്കണം. അമ്പാടി ആദ്യം പോയി. അമ്പാടി ആദ്യം പറ ഉത്തരം പറ. സ്വർണ്ണം വെച്ചിട്ട് വെയിറ്റ് മാർക്ക് എന്താ ഭയടുക്ക. ഇനി കുറച്ച് ആക്ടേഴ്സിന്റെ ഫോട്ടോസ് ആണേ. പേര് പറ. നീലിയോ? പേര് പറയണം. പേര് പറയണം. ആ പറ. കല്യാണം അല്ല. കല്യാണി പ്രദർശനം. അവൻ ആദ്യം പറഞ്ഞേ, നീ അതിന് ശേഷം വന്നേ. അപ്പൊ അവൻ ഈ ഫോട്ടോ കണ്ടിട്ടെങ്കിൽ എനിക്കറിയാം. ഞാൻ പാട്ടും പറയാം, സിനിമയും പറയാം. പേര് വേണം. ഇത്രയും ഫേമസ് ആയ ഒരാളെ നിനക്ക് കാണത്തില്ലെങ്കിൽ ഞാൻ മാർക്ക് സിനിമ കാണുന്നുണ്ടോ? സിനിമ കാണാറില്ലല്ലേ? ഇല്ലല്ലോ, ഞാൻ ജീവിതത്തില് കാണാറില്ല. നീ ജീവിതം കാണാൻ പഠിക്കണം. അടുത്ത ഫോട്ടോ പറ. ഇതൊരു ഗെയിമാണേ. നീ പറ. ഫ്രീ ഫയർ. പബ്ജി അല്ല, ഫ്രീ ഫയർ. മണിയണ്ടന് മൈനസ് ഒന്നേ. കൈ പൊക്കി. അത് വിളിച്ചു പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു. കൈ പൊക്കാൻ പറഞ്ഞു. കൈ പൊക്കാൻ പറഞ്ഞു. നീ എന്തിനും വിളിച്ചു പറഞ്ഞേ? ഞാൻ പറയൂല. പറയാൻ ഇല്ല. രണ്ടുപേരും പറഞ്ഞ തെറ്റാ. സിമുലേറ്റർ അല്ലത്. മോട്ടൽ. മോട്ടൽ സിമുലേറ്റർ. മോട്ടൽ. അപ്പൊ രണ്ടുപേർക്കും മക്കള് രണ്ടുപേരും തെറ്റുത്തരം പറഞ്ഞ് സിമുലേറ്റർ -1 എനിക്കൊരു പോകും. ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. എനിക്ക് സത്യം പറഞ്ഞ പേര് അറിയത്തില്ല കേട്ടോ. എന്തുവാ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന സാധനം ജിമ്മിനകത്തുള്ള. അടുത്തൊരു ആപ്പാന്നേ. പറയാൻ പറയണേ, ഞാൻ മനസ്സിലായി. ടിക്ടോക്ക് ഞാൻ കേട്ടല്ലോ. ചെവി പറ. രണ്ടുപേരും ശരി ഉത്തരം പറഞ്ഞു. 20 കിലോ ചെവിയിൽ മണിയുടെ ആദ്യം. അറിയോ? അറിയത്തില്ല. ഒരു വലിയ കത്തിക്കത് ഇത്രയുള്ള കഴുത്തിന്റെ ഒരു സെറ്റ് മൊത്തം അറിയോ? പിന്നെ കൂളർ രണ്ടെണ്ണം ഇതിനകത്ത് കൂളർ വെക്കാനും പറ്റും. പറഞ്ഞത് പറഞ്ഞല്ലോ. അറിയോ? ഇല്ല, തെറ്റാ. കാണിച്ചു തരാം. കൊടുത്ത് കണ്ടിട്ട്. ക്യൂടെക്സ് ഇട്ടിട്ട് ഉണക്കാൻ വെക്കുന്നതാ. ഇത് ചിലപ്പോ അമ്പാടിക്ക് അറിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം മണികണ്ഠനോട് വയ്യ. അപ്പൊ പറഞ്ഞത് ഐസോ.
അപ്പൊ ഗൈസ് ഈ ഒരു കളി ജയിച്ചത് അവനാണ്. അവന് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ തൽക്കാലം കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പേര് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഗൈസ് ഈ ഒരു ചലഞ്ച് ഇത്ര ഉള്ളായിരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ.